ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പം കേരളത്തിനകത്ത് നല്ലൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടും നല്ല പ്രമുഖരായ ആളുകളാണ്. ഒന്ന് ബോബി ചെമ്മണ്ണൂർ, രണ്ട് ഹണി റോസ്. അപ്പം ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കെല്ലാം ഒരു കോമഡി ആയിട്ട് എന്ത് സംസാരിച്ചാലും അതിന് ഒരു കോമഡി പോലെയുള്ളൊരു സംസാരമാണ് സംസാരിക്കുക. ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകളെ കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സിങ്ങിലാണല്ലോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കാം, നമുക്കത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇപ്പോൾ ഒരു വിഷയം നടന്നു. ഹണി റോസിനെ സംബന്ധിച്ച് എന്തോ പറഞ്ഞു, നിങ്ങളൊക്കെ ചാനലിലും വാർത്തയിലൊക്കെ കാണുന്നതായിരിക്കും, പക്ഷെ ഞാനത് എടുത്ത് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഞങ്ങളും സ്ത്രീകളാണ്. ഹണി റോസിന് മാത്രം നിയമം ഹണി റോസിന് മാത്രം അനുകൂലമാക്കിയിട്ട് എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. നിയമം എല്ലാവർക്കും ഉള്ളതാണ്. നിയമം എന്ന് പറയുമ്പോൾ ഒരു ഭരണത്തിലിരിക്കുമ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നിസ്സാരമായിട്ടിരിക്കുന്ന എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരാതിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ പരാതികളും അതിനും അതിൻ്റേതായ മൂല്യതയുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഇപ്പം എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ പല കമൻറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൊക്കെ എഴുതി വിടാറുണ്ട്. പലവിധമാകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്, വധഭീഷണി ഉൾപ്പെടെ. അപ്പം ആ സമയത്തെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ട് ഈ പരാതി കാര്യങ്ങൾ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാനും ഒരു ലേഡിയാണ്, ഞാനും ഒരു സ്ത്രീയാണ്. അപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ DGP തലത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയല്ല, ഹണി റോസിന് മാത്രം ഒരു നിയമം, അങ്ങനെ വേറെ ഉള്ളവർക്ക് മാത്രം ഒരു നിയമം, അങ്ങനെ ഒരു നിയമത്തിനോട് ആർക്കും പ്രത്യേകിച്ച് എനിക്ക് അനുകൂലിക്കാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾക്കൊക്കെ സമൂഹത്തിൽ ഞങ്ങളൊക്കെ സ്ത്രീകളാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എൻ്റെ വാടക വീട് പൂട്ടിക്കിടക്കുന്നു. അവിടെ ഇതുപോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരാതി വെച്ചിട്ടുണ്ട്. അപ്പം നിരന്തരം വിളിച്ച് ഫോണിൽ കൂടെ നമ്പർ തന്നിട്ട് നമ്മൾ നിരന്തരം വിളിക്കുമ്പോഴും നമ്മളോടൊരു റെസ്പോൺസ് കാണിക്കാതെ നിങ്ങൾ ഈ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക, അത് വിളിക്കുക, ഇത് വിളിക്കുന്ന പറഞ്ഞാൽ നമ്മളെയൊക്കെ അങ്ങോട്ട് തള്ളി വിടാറുണ്ട്. അപ്പം നിയമം ഇപ്പോൾ ഹണി റോസിന് മാത്രം കാശുണ്ട്, സൗന്ദര്യമുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് മാത്രം ഒരു നിയമം, വേറൊരാൾക്ക് മാത്രം ഒരു വേറെ നിയമം, അങ്ങനെ ഒരു ഇതല്ല. ഞങ്ങളും കേരളത്തിലാണ് ജീവിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊക്കെ എല്ലാവരുടെയും വോട്ടുകളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അങ്ങനെയൊക്കെ ഉള്ള നിയമത്തിൽ ഞങ്ങളൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ, ഞങ്ങൾക്കും ഇതുപോലുള്ള പരാതികളൊക്കെ വരുമ്പോൾ ഇതിൻ്റേതായ നിയമം ഞങ്ങൾക്കും കൂടെയൊക്കെ എന്ത് ചെയ്യണം, പെട്ടെന്ന് എന്ത് ചെയ്യണം, അതിൻ്റെ ആളുകൾക്കൊക്കെ ഇതുപോലെ ശിക്ഷ എന്ത് ചെയ്യണം, പെട്ടെന്ന് കൊടുക്കണം. അല്ലാതെ പെട്ടെന്ന് ഹണി റോസിനൊരു നിയമം, ബോബി ചെമ്മണ്ണൂരിനൊരു നിയമം, പണമുള്ളവർക്ക് വേറെ ഒരു നിയമം, അങ്ങനെ ഒരു നിയമത്തിനോട് നമുക്കൊന്നും അനുകൂലിക്കാൻ പറ്റത്തില്ല. സാധാരണപ്പെട്ട ഒരു സ്ത്രീക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഇത്രയും വലിയൊരു പ്രചരണമോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വാർത്തയോ ഒന്നും ഉണ്ടാകത്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പം പോലീസുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കണം, അവരുടെ വായിലിരിക്കുന്നത് കേൾക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടത്തിച്ച് ആ പരാതിക്ക് പോലും ഒരു മൂല്യത തരാതെ നിൽക്കുന്ന കേരള പോലീസ്. അപ്പം കേരള പോലീസിന് പെട്ടെന്ന് നിയമം കയ്യിലെടുക്കാനും അറിയാം. ഞങ്ങളും പെണ്ണുങ്ങളാണ്, ഞങ്ങൾക്ക് സൗന്ദര്യം അല്ലെങ്കിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട്, ഞങ്ങൾക്കും എന്താ പറയുന്നത്, സെലിബ്രിറ്റി അല്ല എന്ന് വിചാരിച്ചിട്ട് വേറൊരാൾക്കൊരു നിയമമില്ല. ഞങ്ങളും പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു പരാതി വരുമ്പം ഇതുപോലുള്ള നടപടികൾ ഞങ്ങൾക്കൂടെ എന്ത് ചെയ്യണം, വേഗത്തിൽ കാണിച്ചു തരണം. അപ്പം പെട്ടെന്ന് മുഖ്യമന്ത്രിയോടൊന്നും നമുക്കൊന്നും നേരിട്ട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഹണി റോസിനെ പോലുള്ള ആളുകൾക്കൊക്കെയാണ് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനൊക്കെ പറ്റും. നമുക്ക് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കും എന്ത് ചെയ്യണം, ചെയ്തു തരണം. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്കും ഇങ്ങനത്തെ എൻ്റെ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കാൻ പറ്റുന്നെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവരും സ്ത്രീകളാണ്, എല്ലാവരും പെണ്ണുങ്ങളാണ്.
പെണ്ണുങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. അപ്പം എന്ത് ചെയ്യുക, പെണ്ണെന്ന് പറയുമ്പോൾ എല്ലാവരും പെണ്ണാണ്. അവിടെ സൗന്ദര്യമോ പണമോ അല്ലെ പ്രശസ്തിയോ ഒന്നുമല്ല. എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്.